ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ സൺഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം 10:20 കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ചായ കുടിച്ചതാണ്. അപ്പോൾ ഇന്ന് എണീക്കാൻ കുറച്ചൊക്കെ ലേറ്റായി. അപ്പോൾ കിയാരയ്ക്കും നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞു. കിയാര ഏതാ മയിലിതാ? കിയാര പിള്ളേർ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഫാത്തിമാൻ്റെ അവർ വരുന്നു പോന്ന് ഇത് തന്നെയാണ്. അപ്പോൾ ഇവളിതാ അവരെ നോക്കിയിരിക്കുന്നുള്ളതാണ്. കിയാര, ഫാത്തിമ എവിടെ പോയി? കിയാര, ഫാത്തിമ എവിടെ പോയി? ഏയ് അപ്പോൾ ഇവളെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ കുളിപ്പിച്ചാൽ എന്തായാലും മണ്ണിലിറങ്ങും. ഇപ്പം മണ്ണിൽ കളിക്കുന്നതൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ കുളിപ്പിച്ചിട്ട് കാര്യമില്ല, പിന്നെ കുളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. കിയാര ബട്ടർഫ്ലൈ കൊടുത്തു. കിയാര അതാ ബട്ടർഫ്ലൈ പോകുന്നതാ, എടുത്തു ബട്ടർഫ്ലൈ. ഫാത്തിമ കൊടുത്തു. ഫാത്തിമ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. മൂന്നാളും ഓരോ കസേരയിലും വണ്ടിയിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പം കിയാരാണെങ്കിൽ ഇവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നു. ഇവിടെ ഒരാൾ ഉറങ്ങും എന്ന് വിചാരിച്ചിട്ട് പിള്ളേർ പോയി. ഇവക്കാണെങ്കിൽ ഉറക്കവും ഇല്ല. അപ്പോൾ കളിക്കുന്നുണ്ട്. ഫീഡ് ചെയ്തിട്ട് ഉറങ്ങുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഉറങ്ങുന്നില്ല. അപ്പം എന്തായാലും കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്തുണ്ടാടാ? നിനക്ക് കുളിപ്പിക്കാൻ അമ്മ വെള്ളം വെക്കുന്നത് വേണ്ടേ? കുളിക്കണ്ടേ? ജിജി കുളിക്കണ്ടേ? അങ്ങനെ നമ്മളിതാ കുളിച്ചിട്ടൊക്കെ വന്നതാണ്. കിയാര കുപ്പി കൊണ്ടോ? പൗഡറിന്റെ കൊണ്ടോ? നോക്ക് കിയാര പൗഡർ ഇട്ടത്താ, അമ്മക്ക് ഇട്ടത്താ പൗഡർ, അമ്മക്ക് ഇട്ടത്താ. ഇവളെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ബെല്ലിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആൾ എഴുന്നേറ്റു. ഇവിടെ ക്ലബിൽ ഓണപ്പരിപാടി ഉണ്ട്, അതിൻ്റെ നോട്ടീസ് തരാൻ അപ്പോട്ടൻ്റെ അവർ വന്നിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ ഇവളെയും കൊണ്ടുപോയിട്ട് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാ പിള്ളേരും വന്നു. അപ്പോൾ ഇനി എന്തായാലും ഉറങ്ങിയില്ല എന്ന് ഉറപ്പാണ്. ഒരു മോടുക്ക് കിയാര, ഒരു മോടുക്ക്. അവളൊന്നും വലാക്കണ്ട, നീ കരയുള്ളു. അവൾ കരയുമല്ലേ ശേഷം? കുർത്തക്കേടായിരിക്കില്ല കിയാരക്ക, കുർത്തക്കേടായിരിക്കും കിയാരക്ക. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നേരത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം എൻ്റെ മുഖത്തുതാ കൊതുവോ ഉറുമ്പോ എന്നറിയില്ല, എന്തോ ഒന്ന് കടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെ ഫാത്തിമാൻ്റെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കിയാരനെ കുതിരയിൽ കളിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ വന്നാൽ ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ അവൾ കളിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഇതൊന്നും. ബർത്ത്ഡേൻ്റെ അന്ന് കിട്ടിയതായിരുന്നു, എൻ്റെ മൂത്തമ്മയായിരുന്നു ഇത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത് ആടുന്ന കുതിരയാണെന്ന്, ഇങ്ങനെ കുട്ടികളുടെ കളിക്കുന്ന സംഭവം ഉണ്ടല്ലോ. പക്ഷേ ഇത് അതല്ല. പിന്നെ ഇവരുടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് കളിച്ചിട്ട് നമ്മൾ താഴെ വന്നതാണ്. അപ്പോൾ പിള്ളേർ പോയി. അപ്പോൾ അതിൻ്റെ ബാക്കിലൂടെ ഇതാ ഒരാൾ പോകുന്നത് കണ്ട, നേരെ പോകുന്നുണ്ട്. അപ്പോൾ ആളിതാ ഉറക്കെ എഴുന്നേറ്റു. അപ്പോൾ അവക്ക് ഞാൻ ഈ രാഗിൻ്റെ ദോശ കൊടുക്കുന്നുള്ളതാണ്. സംഭവം എനിക്കാണ്. കുറച്ച് കുരുമുളക് കൂടിപ്പോയി. അപ്പോൾ എനിക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാറ്റി വെച്ചതായിരുന്നു മുട്ട രാവിലെ. അപ്പോൾ നമ്മളിന്ന് ഫാത്തിമാൻ്റെ വീട് വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ ഫാത്തിമാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം വരുന്നു.
അപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ചു ഇന്നലെ എന്താ വരാത്തതെന്ന് ചോദിച്ചു. ഇന്ന് എന്തായാലും പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ കിയാരനെയും കൊണ്ട് ഫാത്തിമ പോയി. ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ പുറത്തിറങ്ങാൻ തന്നെ നോക്കുന്നുള്ളതാണ്. പിന്നെ പാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ കിയാരത ഫാത്തിമേനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുള്ളതാണ്. രണ്ടുപേർക്കും നല്ല സന്തോഷമുണ്ട്. അമ്മ പോന്ന് ടാറ്റ. ടാറ്റ ടാറ്റ പോന്ന്. പോന്ന് ടാറ്റ. കാക്കണ്ട. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്നുള്ളതാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഒരു മീറ്റിങ്ങിന് എന്തോ പോയിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ അവരും അതേ സമയത്ത് തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതാ ഇവക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് ഈ ഒരു സംഭവം. അത് കുറച്ച് സമയം കളിച്ചു അതിൽ. പിന്നെ അതൊന്നും വേണ്ട ആൾക്ക്. പിന്നെ ഇവക്ക് ഞാൻ പിയർ കൊടുക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്തോ പഞ്ചസാര ഇട്ട പോലത്തെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വിജേഷും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളിതാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നതാണ്. പിന്നെ ഞാനും ഫുഡ് കഴിക്കുന്നുള്ളതാണ്. അപ്പം ഞാൻ കഴിക്കുന്നുള്ളത് സജ്ജികയാണ്. അങ്ങനെയാണ് ഞാൻ പറയാറ്. പിന്നെ കിയാരയ്ക്ക് ഇതാ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇവൾ ഇന്ന് എന്തായാലും പെട്ടെന്ന് ഉറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എപ്പോഴും ആൾ ലേറ്റാണ്. പിന്നെ ഞാൻ സാറ്റർഡേയും സൺഡേയും ബിഗ് ബോസ് കാണാറുണ്ട് TV-യിൽ. ഓ, ഞാൻ വോയിസ് ഇടുന്ന സമയത്ത് അവളെന്നെ വിളിക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ 12 മണിക്ക് ഒരു കേക്ക് കട്ടിങ് ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായതായിരുന്നു. അപ്പോൾ കേക്ക് അമ്മൂൻ്റെ വകയാണ്. വിജേഷ് നേരത്തെ കേക്കും പിന്നെ ഞാൻ പറഞ്ഞൊരു ഗിഫ്റ്റുമായിട്ടാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിയാരേനെ ഹസ്ബൻഡ് നേരത്തെ വിളിച്ചതായിരുന്നു. പിന്നെ ആൾ ഉറങ്ങാൻ കുറേ ലേറ്റായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.